ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നത് ഒരു അടിപൊളി കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിനെ കുറിച്ച് പറയാനാണ്. നാളത്തെ ഓണം സ്റ്റാറ്റസ് വീഡിയോ നമ്മുടേതായിരിക്കണം. അതായത് നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾ, നമ്മുടെ പെറ്റ്സ്, സഹോദരങ്ങൾ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ച് നമുക്ക് തന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ ട്യൂട്ടോറിയലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേലെ സ്റ്റുഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ 3 ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിലൊരെണ്ണം ആപ്പാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ആപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. അതിൽ നമ്മൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ആ 3 ഓപ്ഷനിൽ നമ്മളിപ്പോൾ വാട്സാപ്പ് സ്റ്റാറ്റസിൽ നമുക്ക് വേണ്ടത് ഫുൾ സൈസ് ആണ്. അതിന് നമ്മൾ 9:16 ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ എഡിറ്റിംഗ് വിൻഡോ ഓപ്പണായി വന്ന് കിടക്കുകയാണ്. ഇനി നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയ ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഏത് ഫോട്ടോ ആണോ നമുക്ക് ആവശ്യം, അതിപ്പോൾ ആരുടെ ആണെങ്കിലും കുഴപ്പമില്ല, അത് ഏത് ഫോട്ടോ ആണോ നമുക്ക് ആവശ്യം, അത് നമ്മൾ ഏത് ഫോൾഡറിൽ നിന്നാണെന്നോ അത് സെലക്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ വാവയുടെ ഫോട്ടോയാണ് സെലക്ട് ചെയ്തത്. നമ്മൾ ഫോട്ടോ ടിക്ക് മാർക്ക് കൊടുത്ത് നമ്മളത് സെലക്ട് ചെയ്തു. നമ്മൾ ആ ഫോട്ടോ അതൊന്ന് അതിൻ്റെ ടൈം ഒന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് സാധാരണ വാട്സപ്പ് സ്റ്റാറ്റസ് 30 സെക്കൻഡാണ്. ഇനി 30 സെക്കൻഡിൽ കുറവോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ അത്രയും നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതിയാവും, അതതിനനുസരിച്ച് ടൈം സെറ്റ് ആയിക്കോളും. നമ്മളിനി ആ ഫോട്ടോ ആ ഫ്രെയിമിലേക്ക് ഒന്ന് ഫിറ്റാക്കി കൊടുക്കാൻ പോവാണ്. അതിന് നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ കിടക്കുന്ന 3 ഓപ്ഷനിൽ സെൻറ്ററിലുള്ള ആ ഡബിൾ ബോക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ 2 ബോക്സ് കാണും. ആ ബോക്സിൽ നടുക്ക് നമ്മൾ 2 വരയുണ്ട്. ആ വരയിൽ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഫോട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രാഗ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ ഓൺ ആവുകയാണ്. അങ്ങനെ അതൊന്ന് ഫിറ്റാക്കി കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യണം. കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഓപ്ഷനാണ് നമ്മൾ അതിന് വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എഫക്റ്റ് നമ്മൾ നോക്കി എടുക്കുക. മാത്രമല്ല അതിൻ്റെ താഴെ തന്നെ വിഗ്നെറ്റ് എന്നും പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, അതൊന്ന് നമുക്ക് ഓൺ ആക്കിയിട്ടേക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഫോട്ടോ എന്ന സംഭവം കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ലിങ്കിൽ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്തൊരു ഫോട്ടോ ഉണ്ട്, അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിന് നമ്മൾ ലെയർ എന്ന ഓപ്ഷനിൽ നിന്ന് കയറി മീഡിയയിൽ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ ഫോട്ടോ അത് ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡറിൽ നിന്നത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത ആ ഫോട്ടോ നമുക്ക് നമ്മുടെ ഈ ഫോട്ടോയിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തൊന്ന് കറക്റ്റാക്കി ഫിറ്റ് ചെയ്യാം. ഇവിടെയും ശ്രദ്ധിക്കണം, നമ്മൾ ആ ചെയ്ത ഫോട്ടോ, നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ അതും ആ വീഡിയോയ്ക്കൊപ്പം 30 സെക്കൻഡായിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്ത് വിടണം കേട്ടോ, അല്ലെങ്കിൽ അത് ആ ടൈം കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ആണ് ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ ആ പിക്ക് ആഡ് ചെയ്ത് കൊടുത്ത രീതിയിൽ തന്നെ നമുക്ക് വീഡിയോയും ആഡ് ചെയ്യാൻ പറ്റും. ആ ആഡായ ആ വീഡിയോയും നമ്മളൊന്ന് അതിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു കുറുക്ക് പണിയുണ്ട്. നമ്മുടെ ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ ബ്ലെൻഡിങ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കുറേ സബ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ സ്ക്രീൻ എന്നും പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീഡിയോയ്ക്കാണ് നമ്മൾ ആ ബ്ലെൻഡിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ ആ സ്ക്രീനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ സ്ക്രീനിലുള്ള ആ ബ്ലാക്ക് അങ്ങ് പോയി. ഇനി ഇത് നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സംഭവം ഒന്ന് കളറായിട്ടുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ പാട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ ഓഡിയോ ഓപ്ഷൻ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മൾ പാട്ടൊന്നും നമ്മൾ ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് ഇനി സേവ് ചെയ്യേണ്ടത് നമ്മുടെ ആ സൈഡിൽ ആ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ ക്വാളിറ്റി എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് എത്രത്തോളം ക്വാളിറ്റി വേണമെന്ന് സെറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് സെലക്ട് ചെയ്ത് നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ എല്ലാം ചെയ്ത് സ്റ്റാറ്റസ് ഇടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കോളൂ. അപ്പം നമ്മൾ നാളെ ഓണമാണ്, വീട്ടിലിരിക്കണം, നല്ലപോലെ ആഘോഷിക്കണം, ജാഗ്രതയോടെ ആഘോഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.